وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فأخذتكم الصاعقة وأنتم تنظرون. സൂറത്തുൽ ബഖറയിലെ 55-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ലൻ നുഅ്മിന ലക, ഇവിടെ ഇദ്ഗാം ചെയ്യേണ്ടതാണ്. സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നു. നൂന് മണിച്ചുകൊണ്ടുള്ള ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. വഅൻതും തൻദുറൂൻ, അതിനു മുമ്പ് ജഹ്റതൻ ഫഅഖദത്കും, അവിടെയെല്ലാം അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. തെൻവീനിന്റെ ശബ്ദമോ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമോ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 55-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ ഫഅഖദത്കും الصاعقة وأنتم تنظرون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭവും, യാ മൂസ, ഓ മൂസ, ലൻ നുഅ്മിന, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ലക, താങ്കളെ, ഹത്താ നറ, ഞങ്ങൾ കാണുന്നത് വരെ, അല്ലാഹ, അല്ലാഹുവിനെ, ജഹ്റത്തൻ, പ്രത്യക്ഷത്തിൽ, ഫഅഖദത്കും, അപ്പോൾ നിങ്ങളെ പിടികൂടി, അസ്വായിക്ക, ഇടിത്തി അല്ലെങ്കിൽ ഘോരമായ ഇടിനാദം, വഅൻതും, നിങ്ങളാകട്ടെ, തൻളുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം, ഓ മൂസ, ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടിത്തി നിങ്ങളെ പിടികൂടി. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയർക്കുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് എടുത്തു പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് വാങ്ങിക്കുവാൻ മൂസാ നബി അലൈഹി ഇസ്ലാം പോയ സമയത്ത് 40 ദിവസം അദ്ദേഹം വചനമിരുന്ന കാര്യവും, അതിനുശേഷം ആ തൗറാത്തുമായി മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയിലേക്ക് വന്നപ്പോഴാണ് തന്റെ ജനതയിൽപ്പെട്ട ഒരു വിഭാഗം പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച സംഭവം നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇതിനകം നമ്മൾ വിശദമായി പഠിച്ച കാര്യങ്ങളാണ്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ സന്താനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ ചെയ്തുപോയ ആ അക്രമത്തിന് അള്ളാഹുവിനോട് ഒഴിവുകഴിവ് പറയുവാനും തന്റെ ജനതയോട് പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് അള്ളാഹുവോട് ശുപാർശ ചെയ്യുവാനും വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും സീനാ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ഇപ്രാവശ്യം മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സീനാ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നല്ലവരും പ്രമുഖരുമായി 70 ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് സീനാ പർവ്വതത്തിലേക്ക് പോകുന്നത്. സൂറത്തു അറാഫിലെ 155-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ ജനങ്ങളിൽ നിന്ന് 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാം തെരഞ്ഞെടുത്ത ഈ 70 ആളുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മതപണ്ഡിതന്മാരായിരുന്നു.
മൂസാ നബി അലൈഹി ഇസ്ലാമയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയും ജോഷുവയും നദ്ഹാബ് ഉൾപ്പെടെയുള്ള അങ്ങനെ മഹാന്മാരായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത്. അവരോട് അവരുടെ വസ്ത്രം കഴുകി വൃത്തിയാക്കുവാനും കുളിക്കുവാനും ഒക്കെ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അതിനുശേഷം അവർ സീനാ പർവ്വതത്തിലേക്ക് പോവുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് സംസാരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ അവർ പറയുകയാണ്, അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണാതെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന്. താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ അള്ളാഹുവിനെ ഞങ്ങൾ നേരിൽ കാണുക തന്നെ വേണമെന്ന് അവർ വാശി പിടിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്, വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ. ഓ മൂസ, ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം. സഹോദരങ്ങളെ, ആരാണ് ഈ രൂപത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറയുന്നത്? അവർ ആ ജനതയിൽ നല്ലവരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ സന്തതികളുടെ പ്രതിനിധികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ നേരിൽ കാണണമെന്ന അവരുടെ ഈ ആവശ്യം, അത് ഈ അവസരത്തിൽ തനി ബാലിശവും മൗഢ്യവും ധിക്കാരവുമാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ പറഞ്ഞ, അതായത് ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പിടികൂടുകയാണ്. അവരെ അള്ളാഹു ഇടുത്തി ബാധിപ്പിക്കുകയും അവർ മരിച്ചു വീഴുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം പറയുന്നത്, ഫഅഖദതുകുമുസ് സാഇഖതു വഅൻതും തൻദുറൂൻ. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടുത്തി നിങ്ങളെ പിടികൂടി എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഇമാം ഖത്താദ റഹിമഹുല്ലാ തുടങ്ങിയ ആളുകൾ ഇവർ പറഞ്ഞതായി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ അൽ ബിദായ വ നിഹായയിൽ രേഖപ്പെടുത്തിയത് കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഇടുത്തി പിടികൂടുവാൻ കാരണമായത്, അതിന്റെ കാരണം ഇസ്രായേൽ സന്തതികൾ അവർ പശുക്കുട്ടിയെ ആരാധിച്ച സമയത്ത് ആ തിന്മയെ അവർ ആ സമയം വിലക്കിയില്ല എന്നതായിരുന്നു അതിന്റെ കാരണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നമുക്ക് പഠിപ്പിച്ചു തരിക സഹോദരങ്ങളെ. ഇനി ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, അത് ഇസ്രായേല്യർ അവർ അള്ളാഹുവിനെ നേരിൽ കാണണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ആവശ്യപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നത് അത് മനുഷ്യ സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യമാണോ അല്ലേ എന്ന വിഷയം, അതുകൂടി സഹോദരങ്ങളെ നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അക്കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.